ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മളെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേൾഡ് റെക്കോർഡ് നമ്മൾ വേറെ കേട്ടിട്ടുണ്ടല്ലോ, പല ആളുകളും അവിടെയും ഇവിടെയും പല അവരെ അച്ചീവ്മെൻറ്റ്സ്, അവരെ ഓരോ കഴിവുകൾ മുൻനിർത്തിയിട്ട് വേൾഡ് റെക്കോർഡുകൾ സൃഷ്ടിക്കൽ. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തും സഹപാഠിയുമായ റാഷിദ് ഒരു വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമില്ല, ചുരുങ്ങിയ കാലം കൊണ്ടെങ്കിൽ 2 വർഷമെങ്കിലും എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച റാഷിക്കാണ് ഈ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അവൻ്റെ അച്ചീവ്മെൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ മാക്സിമം പുഷപ്പ്. അതായത് 1 മിനിറ്റിൽ അവൻ നേടിയെടുത്തത്, അവൻ സൃഷ്ടിച്ച വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞത് 109 പുഷപ്പാണ്. നമുക്കൊക്കെ എത്ര ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും അത് ഞങ്ങളുടെയും റെക്കോർഡാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. 1 മിനിറ്റിൽ മാക്സിമം പുഷപ്സ്. 1 മിനിറ്റിൽ ഒരു മാക്സിമം പുഷപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെറ്റ് 2 സെറ്റ് 3 സെറ്റ് അങ്ങനെ ഒരു 45 പുഷപ്സൊക്കെ നോർമൽ എടുക്കുന്ന ആളുകളുണ്ട്. പോട്ടെ, ഒരു 60 ഒരു 70 ഒരു മാക്സിമം പോകും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവൻ എടുത്തത് 109 പുഷപ്സാണ്. 1 മിനിറ്റിൽ 109 പുഷപ്സ്. വേൾഡ് റെക്കോർഡാണത്. അതാണ് ഞങ്ങളുടെ സഹപാഠി റാഷിദ് സൃഷ്ടിച്ചത്. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം ഒരു സാധാരണക്കാരനായി സാധാരണ കുടുംബത്തിൽ ജനിച്ച റാഷി അവൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട്, കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം അവനെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കണ്ടത് വളരെ മെലിഞ്ഞ ശരീരമുള്ള പ്രകൃതമുള്ള ഒരാളായിരുന്നു. പിന്നെ അവൻ ജിം ട്രെയിനറായി മാറി, ബോഡി ബിൽഡിങ്ങിലേക്ക് മാറി. അവൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെ നല്ല ബോഡി സെറ്റായി എടുത്തു. ഇപ്പോൾ ഇതവൻ വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. 109 പുഷപ്സ് 1 മിനിറ്റിൽ വേൾഡ് റെക്കോർഡ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് നേടിയ ഞങ്ങളുടെ റാഷിക്ക് ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ആദരവ് നൽകണമെന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ കർത്തവ്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ നിർവഹിക്കുകയുണ്ടായി. റാഷിനെ ഞങ്ങൾ കുറച്ച് പ്രതിനിധികൾ റാഷിനെ നേരിൽ കണ്ടു, മൊമെൻറ്റം കൈമാറി. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാം. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മളെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ. കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എന്താ പറയുക, ഒരു പ്രൗഡായി എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാലത്തിന് ശേഷമാണ് നിങ്ങളൊക്കെ കാണുന്നത്. പിന്നെ നമ്മളൊരു അച്ചീവ്മെൻറ്റ് നേടുമ്പോൾ അതിൽ നമ്മളെക്കാട്ടിലേറെ നമ്മളെ കൂടെയുള്ള ആളുകൾ സന്തോഷിക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാൻ നേടിയതിനേക്കാളും മറ്റെന്തൊക്കെയോ നേടിയെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ചുറ്റിലുള്ള ആളുകളുടെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ. +2 കൂടെ പഠിച്ച്, +1 കൂടെ പഠിച്ച് കുറഞ്ഞ നല്ല നാളുകൾ ഉള്ളിലുണ്ട്. ഇപ്പോഴും ആ പരിഗണന നിലനിൽക്കുന്നുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഞാൻ നേടിയതിനെക്കാട്ടിലൊക്കെ എന്തൊക്കെയോ പിന്നെ ഇനിയും നേടാൻ എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഷെഫീക്ക്, പിന്നെ അതേപോലെ റയീസ്, ഷാനിഫൊക്കെ വന്ന് ഷൗക്കത്ത് എനിക്ക് വിളിച്ചിരുന്നു. പിന്നെ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്നെ അറിയുന്നവരും ചിലപ്പോൾ പേഴ്സണലി എന്നെ അറിയാത്തവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. ആരൊക്കെ ആണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്.
പിന്നെ ഇതിനു വേണ്ടിയിട്ട് ആരൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തോ അവർക്കൊക്കെ ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാവാൻ ഞാൻ കാരണക്കാരനായി എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഇവനാണ് കയറിക്കണമെങ്കിലും നമ്മളെ കൂടെ പഠിച്ചതായതുകൊണ്ട് നമുക്കും ഒരു അഭിമാനമാണ് അല്ലേ? ഒരു സ്വകാര്യ അഹങ്കാരമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു അനുമോദനമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റാഷി, നീ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിനക്കൊരു പ്രചോദനമായി മാറട്ടെ. ഭാവിയിൽ ഇനിയും റെക്കോർഡുകൾ നിനക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടാവും, കട്ട സപ്പോർട്ടുമായിട്ട്. ഇനിയും വഴികൾ വെട്ടി വേൾഡിലെ എല്ലാ റെക്കോർഡുകളും നിനക്ക് കഴിയുന്ന റെക്കോർഡുകളെല്ലാം നിനക്ക് മാറ്റിക്കുറിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. റാഷി, നീ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുന്നു.